നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒരു ഫോർത്ത് ഡിവിഷൻ ക്ലബിനെതിരെ FC ബാഴ്സലോണ കളിക്കാനിറങ്ങുമ്പോൾ ഗോളടിച്ചു കൂട്ടിക്കൊണ്ട് വലിയ മാർജിനിൽ ഒരു വിജയമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ റൗണ്ട് ഓഫ് 32 കോപ്പ ഡെൽ റേയുടെ റൗണ്ട് ഓഫ് 32 ബർബാസ്ട്രോ എന്ന ഫോർത്ത് ഡിവിഷൻ ക്ലബിനോട് FC ബാഴ്സലോണ വിജയിച്ചത് 3-2. ബാഴ്സയ്ക്ക് വേണ്ടി ഫെർമിൻ ലോപ്പസ്, റാഫീഞ്ഞ, റോബർട്ട് ലെവൻഡോസ്കി എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത്. ബർബാസ്ട്രോയുടെ ഗോളുകൾ ഡി മെസ ഗാരിഡോ, പ്രാഡ് സെറാനോ എന്നിവർ നേടുകയുണ്ടായി. ബാഴ്സലോണയ്ക്ക് അവയ മത്സരമായിരുന്നു. കളിയിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 കളിക്കാനിറങ്ങിയത് ജാവോ ഫെലിക്സ്, ടോറസ്, റാഫീഞ്ഞ എന്നിവർ ഒരുമിച്ചായിരുന്നു. കളിയുടെ 18ാമത്തെ മിനിറ്റിൽ ലോപ്പസിലൂടെ ബാഴ്സലോണ ലീഡെടുത്തു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒറ്റ ഗോളിൻ്റെ ലീഡ് മാത്രമേ ബാഴ്സയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. കളിക്കുന്നത് ഫോർത്ത് ഡിവിഷൻ ടീമിനോടാണ്. രണ്ടാം പകുതിയിൽ 51ാമത്തെ മിനിറ്റിൽ റാഫീഞ്ഞ അവരുടെ ലീഡ് ഉയർത്തി. പക്ഷേ 60ാമത്തെ മിനിറ്റിൽ ഡി മെസ ഗാരിഡോയിലൂടെ ബർബാസ്ട്രോ തിരികെ അടിച്ചു. പിന്നെ 88ാമത്തെ മിനിറ്റിൽ ലെവൻഡോസ്കിയുടെ പെനാൽറ്റി ഗോൾ 3-1 ബാഴ്സ മുന്നിൽ. എന്നാൽ ഒരു ഗോൾ കൂടി ബർബാസ്ട്രോ മടക്കിയടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കളിയുടെ ഇഞ്ചുറി ടൈമിൽ പ്രാഡ് സെറാനോ പെനാൽറ്റിയിലൂടെ സ്കോർ ലൈൻ 2-3 എന്ന രൂപത്തിലേക്കാക്കി. ഈ കളിയിൽ ബ്രസീലിയൻ യുവതാരം ടൈഗുറിഞ്ഞോ എന്ന് വിളിപ്പേരുള്ള വിറ്റർ റോക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ രണ്ടാം പകുതിയിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരുന്നു. വലിയൊരു ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന് കളിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും ലെവൻഡോസ്കിക്കും ടൈഗുറിഞ്ഞോക്കും ഒരുമിച്ച് കളിക്കളത്തിൽ ഇറങ്ങാൻ കഴിയും എന്ന് പിന്നീട് ചാവി കളിക്ക് ശേഷം പറയുന്നത് നമ്മൾ കേട്ടു. അതുപോലെ ഒരു ബർബാസ്ട്രോ താരം തന്നെ പുഷ് ചെയ്തതിനെക്കുറിച്ച് ചാവി, അത് ഒക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, വലിയ ഒരു വിവാദത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു പ്രസ്താവന നടത്തിയത് ശ്രദ്ധേയമായ കാര്യമാണ്. ആ താരം ലോക്കർ റൂമിൽ പോയി അപ്പോളജൈസ് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളും പിന്നീട് പുറത്തു വരികയുണ്ടായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.